ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു സഹകരണം, എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ വലിയ രൂപത്തിൽ സഹായിക്കുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭയിലാണ്. നഗരസഭയുടെ 4ാം വാർഷികം ഏറ്റവും ഗംഭീരമായി വിപുലമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗൺസിൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നഗരസഭ വാർഡ് കൗൺസിലർമാർ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. വലിയ ആഘോഷത്തിനാണ് ഈ ഒരു ഹോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണയും പ്രളയവും ഉൾപ്പെടെയുള്ള ഒട്ടനേകം പ്രതിസന്ധികൾക്കിടയിലാണ് നഗരസഭാ ചെയർമാൻ പി ഷാജി നഗരസഭാ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭ അതിന്റെ വിജയകരമായ 4 വർഷങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധി കാലഘട്ടങ്ങൾക്കിടയിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ എന്ന ഖ്യാതിയോട് കൂടി തന്നെയാണ് ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഇക്കാലയളവിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ഉയരാൻ സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പെരിന്തൽമണ്ണയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഓക്കെ, കഴിഞ്ഞ 4 വർഷങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ സംതൃപ്തി ഉണ്ട്. അതേപോലെ തന്നെ അഭിമാനമുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുൻ പരിചയമൊന്നുമില്ല. മുനിസിപ്പാലിറ്റി ഭരണവും അതുമായി ബന്ധപ്പെട്ടൊന്നും വലിയ പരിചയമില്ലാതിരുന്ന ഒരു ഘട്ടത്തിലാണ് പാർട്ടി ഇത്തരമൊരു ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടായത്. സ്വാഭാവികമായും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് തന്നെയാണ്. പക്ഷേ കൂടെയുള്ള ടീം, അവരുടെ ഒരു സഹായം, അതിൻ്റെ വർക്ക്, പിന്നെ നമ്മുടെ ഒഫീഷ്യൽസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സഹകരണം, പൊതുവെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു സഹകരണം, എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ വലിയ രൂപത്തിൽ സഹായിക്കുകയും പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൗൺസിൽ ചുമതല ഏൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നത്. അതിൽ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ലോകത്തെ ആകെ കീഴടക്കിയിട്ടുള്ള കോവിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മളെത്തുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ 2ാം ഘട്ടം, 2ാം തരംഗമൊക്കെ വ്യാപകമായിരുന്ന സമയത്താണ്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പേടിയുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച നിരവധി സംഭവങ്ങൾ, അങ്ങനത്തെ ഒക്കെ സമയങ്ങളിലാണ് ചുമതലയേൽക്കുന്നത്. സ്വാഭാവികമായും കോവിഡ് വന്ന സമയത്ത് ഉണ്ടാകാവുന്ന പ്രശ്നം വികസന പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ മുൻ തൂക്കം കൊടുത്തത്. വന്ന സമയത്തുണ്ടായിരുന്ന പ്രതിസന്ധി കോവിഡായിരുന്നു. ആ കോവിഡിൻ്റെ സമയത്തുണ്ടായ ആവശ്യം എന്ന് പറയുന്നത് ആളുകൾക്ക് വാക്സിൻ കൊടുക്കുക, അവരെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായും കുറേ നേട്ടങ്ങൾ പറയാനുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ, നമ്മൾ ഈ വർഷത്തോടു കൂടി പെരിന്തൽമണ്ണ നഗരസഭയിലെ മുഴുവൻ ആളുകൾക്ക് 24 മണിക്കൂറും വെള്ളം, ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകുന്ന നഗരസഭയായിട്ട് നമ്മൾ മാറും, നഗരമായിട്ട് മാറും. അതിന് രാമൻചാടി കുടിവെള്ള പദ്ധതി ഇവിടെ കമ്മീഷൻ ചെയ്യുന്നു. ആ കമ്മീഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വീട്ടിൽ വെള്ളം എത്തുന്ന നമ്മുടെ അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3000 കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള കണക്ഷൻ. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ രാമൻചാടി കുടിവെള്ള പദ്ധതിക്ക് മാത്രമായിട്ട് നമ്മുടെ നഗരസഭയിൽ 50 കിലോമീറ്റർ റോഡ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ റോഡിനെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളത് വലിയ ശ്രമകരമായ പരിപാടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്തു. ഇപ്പോൾ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമായി. ഈ പദ്ധതിയോടുകൂടി ഇപ്പോൾ കുറച്ച് ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ കുറച്ച് റോഡുകളുണ്ട് സഞ്ചാരയോഗ്യമല്ലാത്ത ചെറിയ റോഡുകൾ, നമ്മൾ കാണാതല്ല പറയുന്നത്. പക്ഷെ അത് ഈ പദ്ധതി പൂർത്തിയാവുന്നതോടുകൂടി അതും സഞ്ചാരയോഗ്യമാകുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മുടെ നഗരത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമായിട്ടുള്ളത് ആക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരുപാട് കാലങ്ങളായിട്ടുള്ള പല റോഡുകളും ഏറ്റവും ആധുനികവൽക്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ മൂസക്കുട്ടി റോഡ്. എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ്. പെരിന്തൽമണ്ണ നഗരത്തിന് ഇപ്പോൾ ഏറ്റവും തിരക്കേറിയ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഞങ്ങൾ വരുന്നതിന് മുമ്പുള്ള 16 കുളം നമ്മൾ വീണ്ടെടുത്ത് സംരക്ഷിച്ച് ഇന്ന് ആ നിൽക്കുന്ന കുളങ്ങളിൽ മുഴുവൻ വെള്ളം സുലഭമായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഒരു കുളത്തിൽ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്, അതിൻ്റെ ചുറ്റുഭാഗമുള്ള മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ഉപകാരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ 16 കുളങ്ങൾ സംരക്ഷിച്ചു, വീണ്ടെടുത്തു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. ഒരു മാസം 4000 രൂപ നഗരസഭയിലെ മുഴുവൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലല്ലാത്ത മറ്റു ഹോസ്പിറ്റലുകളിൽ ഡയാലിസ് ചെയ്യുന്ന പേഷ്യൻറ്റിന് കൊടുക്കാൻ നമുക്കായി. ഹൃദ്യം എന്ന പദ്ധതി
ഒരുപാട് ആളുകൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറി. ആരോഗ്യരംഗത്ത് 2 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ ആരംഭിക്കാൻ തുടങ്ങി. ഇപ്പോൾ 1 വർഷം പിന്നിട്ടു. അതിൻ്റെ കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ സെൻറ്ററിലും 12,000-ലധികം ആളുകൾ അവർ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ആ സെൻറ്ററിനെ കണ്ടു എന്നുള്ളതാണ് വലിയ നേട്ടമായിട്ടാണ്. നോക്കുമ്പോൾ ആ 12,000 2 സെൻറ്ററിൽ 24,000 ആളുകൾ ഒരു പക്ഷേ പിന്നെ ഈ സെൻറ്റർ ഇല്ലെങ്കിൽ അവർക്ക് വരേണ്ടത് പിന്നെ ഒന്നെങ്കിൽ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മളെ ജില്ലാ ഹോസ്പിറ്റലിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അത് ആ പ്രാദേശികമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രാദേശിക പ്രശ്നങ്ങളായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുറക്കാൻ കഴിഞ്ഞു. 3 തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. 1ൻ്റെ വർക്ക് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് തന്നെ അത് തുറക്കാനാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ അനിവാര്യമായി ചെയ്യേണ്ടതുമായിട്ടുള്ള ഒന്നാണ് മാലിന്യ സംസ്കരണം. നമ്മൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്ന മാലിന്യ സംസ്കരണ രംഗത്തെ കുറച്ചുകൂടി ശാസ്ത്രീയമാക്കാനാണ് നമ്മൾ നോക്കിയത്. നമ്മുടെ നഗരസഭ കേരളത്തിലെ മറ്റു നഗരസഭകൾക്കൊക്കെ മാതൃകയായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹരിതകർമ്മസേന അംഗങ്ങളുള്ള നഗരസഭയാണ്. അതിലെല്ലാവർക്കും മിനിമം വേജസ് ഉറപ്പുവരുത്തുന്ന നഗരസഭയാണ്. ജൈവ വേസ്റ്റ് ശേഖരിക്കുകയും അത് ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്ന ജില്ലയിലെ ഏക നഗരസഭയാണ്. അതിന് പുറമെ സംസ്ഥാനത്ത് തന്നെ വിരലിലെണ്ണാവുന്ന നഗരസഭകളിൽ ഒന്നാണ് നമ്മൾ. അത് ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രവർത്തനമാണ്. അത് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ പെരിന്തൽമണ്ണയിലെ മുഴുവൻ വീടുകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുവരാൻ, അത് കൃത്യമായി സംസ്കരിക്കാൻ വളരെ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാരിതാർത്ഥ്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങൾ നമ്മളെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് ഇപ്പോൾ പുറത്തുനിന്നുള്ള നഗരസഭകളൊക്കെ നമ്മൾ കുറേ ചെയർമാന്മാരെ കാണുന്നതാണ്, കുറേ നഗരസഭകളിൽ നമ്മൾ ബന്ധപ്പെടുന്നതാണ്. അവരൊക്കെ പറയുന്ന ഒരു പ്രയാസം ഈ മാലിന്യ സംസ്കരണം നടത്തുന്നതിന് വേണ്ടി അതിന് പ്ലാന്റ് ഇല്ല, അതിന് ആവശ്യമായിട്ടുള്ള സ്ഥലമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗൺസിൽ 2000-ലെ കൗൺസിൽ തന്നെ 95 മുതൽ 2000-ൽ ഉണ്ടായിരുന്ന കൗൺസിൽ തന്നെ വലിയൊരു പ്രവർത്തനമായിട്ട് അത് കണ്ട് അന്ന് തന്നെ 14 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം അല്ലെങ്കിൽ മികച്ച ഒരു വികസന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് അതാണ്. പൊതുസ്ഥലങ്ങൾ അത് എല്ലാവരും കാണുന്നതാണെങ്കിലും എല്ലാവരും എന്നും പോകുന്നതാണെങ്കിലും ഒക്കെ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളായിട്ട് മാറ്റുന്നത്. അങ്ങനത്തെ സ്ഥലങ്ങളെ കണ്ടെത്തി അതിന് ആ വേസ്റ്റ് ഇടുന്ന സ്ഥലമല്ല അത് മനോഹരമാക്കാൻ കഴിയുമെന്ന് കണ്ട് പെരിന്തൽമണ്ണ നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ബ്യൂട്ടി സ്പോട്ട് എന്ന് പറയുന്നത്. 50ഓളം ബ്യൂട്ടി സ്പോട്ടുകൾ നിർമ്മിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. 9 ബ്യൂട്ടി സ്പോട്ട് നിലവിലായി. ഇനി അങ്ങോട്ട് മുഴുവൻ ഓരോ വാർഡുകളിലും 1 എന്ന വീതവും ടൗണിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും ബ്യൂട്ടി സ്പോട്ട് ആരംഭിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തനം നടത്തുകയാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നോക്കുമ്പോൾ എടുത്തു പറയാവുന്ന ഒന്നാണ്. ഈ കൗൺസിലിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള 3 പ്രവർത്തനങ്ങളാണ്. ഒന്ന് ടൗൺ ഹാളിൻ്റെ പൂർത്തീകരണം. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിൻ്റെ ഭാഗമായിട്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിനൊക്കെ പ്രയാസം. അതൊക്കെ മാറി ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. അത് ഈ കൗൺസിലിൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നാണ് ഒരുപാട് ആളുകളുടെ ആശാകേന്ദ്രമായിട്ടുള്ള ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം ഇതുപോലെ തന്നെ പ്രാഥമികമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കുറച്ചും കൂടി ചടുലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. കോൺട്രാക്ടറുടെ ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അതും ഈ കൗൺസിലിൻ്റെ കാലത്ത് അവസാനിപ്പിക്കണം, ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ വർക്ക് അവസാനിപ്പിക്കണമെന്നാണ് ആലോചിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മളെ മാർക്കറ്റാണ്, മോഡേൺ ഇൻഡോർ മാർക്കറ്റ്. അതിൻ്റെ പ്രവർത്തനവും ഊരാലുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അത് കൗൺസിലിൻ്റെ കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞു പോയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി 4 പ്രൊജക്റ്റുകൾ കൂടി നമ്മൾ ഈ കാലം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്, നിങ്ങളോട് പിന്നീട് അറിയിക്കും. മറ്റൊന്ന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ജോലി ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊന്ന് നമ്മുടെ നാട്ടിലെ ആളുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്, പോലീസുമായി ബന്ധപ്പെട്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നഗരസഭയിലെ മുഴുവൻ
വിദ്യാർത്ഥികൾക്ക് ആദ്യഘട്ടത്തിലും പിന്നീട് നീന്തൽ അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ള നീന്തൽ പരിശീലനം. 4 പ്രോഗ്രാമുകൾ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മണിപ്പുരയിലാണ്. അത് ഉടൻ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആയിട്ട് സമർപ്പിക്കാൻ വേണ്ടി. നിരവധിയായ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിലാണ് 4 വർഷക്കാലത്തോളമായി ഈ നഗരസഭാ കൗൺസിൽ ഏറ്റവും മികച്ച രീതിയിൽ നഗരസഭാ ചെയർമാൻ പി ഷാജിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണയുടെ ഏറ്റവും വലിയ ജനകീയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അതിന് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ ഈ 4 വർഷ കാലയളവിനുള്ളിൽ നഗരസഭാ ഭരണസമിതിക്ക് സാധിച്ചിരിക്കുന്നു എന്നത് വലിയ ചാരിതാർത്ഥ്യം തന്നെയാണ്. സർവ്വ മേഖലകളിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയായിക്കൊണ്ട് പെരിന്തൽമണ്ണ നഗരസഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു. ഏറ്റവും ഗംഭീരമായ രീതിയിൽ അത് പുരോഗമിക്കുന്നു. മാലിന്യ സംസ്കരണ, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് മികച്ച പ്രവർത്തനങ്ങളാണ് കാലയളവിനുള്ളിൽ നഗരസഭ പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് സമർപ്പിച്ചിട്ടുള്ളത്. മറ്റ് നഗരസഭകൾക്കും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വലിയ മാതൃക തന്നെയാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ ഓരോ പ്രവർത്തനങ്ങളും. ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള കാലയളവ് ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈ നഗരസഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്നും അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.